കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തമാണിത്. അതിന് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ് ടു മിസ്റ്റർ യൂസഫ് അലി ഫോർ ഗിവിംഗ് കണ്ടിന്യൂസ് സപ്പോർട്ട് ഫോർ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. 10 ഏക്കറിൽ കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയും. എ റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. അത് ഏറെ സന്തോഷം നൽകുന്നതാണ്. ബഹുമാനായ മുഖ്യമന്ത്രി, ബഹുമാനായ LOP, മറ്റു വിശിഷ്ട വ്യക്തികൾ, ബഹുമാനായ ശ്രീ യൂസഫ് അലി അവർകൾ, ബഹുമാനരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തമാണിത്. ഈ ട്വിൻ ടവറിൻ്റെ സവിശേഷതകളിലൂടെ വിസ്തീരിച്ചു കഴിഞ്ഞു. അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വവും അദ്ദേഹം തന്നെയാണ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ വളരെ വേഗം തന്നെ ഈ 2 ടവറുകളും നിറയാനാണ് സാധ്യത. നമ്മുടെ ഒരു കരുത്ത് ഇവിടെ പറഞ്ഞ പോലെ അദ്ദേഹം വിസ്തീരിച്ചു. പൊതുവെ നല്ല രീതിയിൽ എല്ലാവരും യോജിച്ച് നിൽക്കുന്നു. നമ്മുടെ ചെറുപ്പമാണ് ഏറ്റവും നല്ല കരുത്ത്. വിശാൽ ഗോയൽ ഇസ് ഹിയർ, IBM ഇനാഗ്രേഷൻ കഴിഞ്ഞ് CM പറഞ്ഞനുസരിച്ച് ഞാൻ അവരായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു എംപ്ലോയീസായി. അന്ന് അവർ പ്രോമിസ് ചെയ്തത് 100 പേർ ഒരു വർഷം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വീണ്ടും ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ദേ ഹാഡ് ഓൾറെഡി റിക്രൂട്ടഡ് 1500 യൂത്ത്. അപ്പം ചോദിച്ചല്ല, നിങ്ങൾ 100 പറഞ്ഞപ്പോൾ 1500 ആയല്ലോ. അപ്പം അതിനന്ന് പറഞ്ഞ മറുപടി ഈ മലയാളി ചെറുപ്പക്കാരാണ്. ഒരു വർഷത്തിനുള്ളിൽ 2 സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ടൂൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് ഫേസ്ബുക്കും വാങ്ങി, മറ്റൊന്ന് ഡെൽറ്റ എയർലൈനും വാങ്ങി. അതിനുശേഷമാണ് ഫസ്റ്റ് ഇന്നൊവേഷൻ സെൻറ്റർ ഓൺ ജെനൈ IBM ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ പൊട്ടൻഷ്യൽ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേരളത്തിലെ ഈ സാധ്യതകൾ വളരെ സമർത്ഥമായി ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായത്. അത് നമുക്ക് ഒരു കുതിച്ചുചാട്ടത്തിന് സഹായകരമായിരിക്കും. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദാവോസിൽ ഞങ്ങൾ പോയിരുന്നു. ഞങ്ങളൊരു 5.5 കോടി ഇന്ത്യ ആകെ 10 കോടിയാണ് ഇവിടുത്തെ കിട്ടിയത്. അതിൽ 5.5 കോടി ഇന്ത്യ ഗവൺമെൻറ്റിന്, 6 കോടി ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് കുടിസുമുറിയായിരുന്നു. പിന്നെ ദാവോസിലെ മെയിൻ വേദിയിൽ പ്രസംഗം കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെയും ഇൻവെസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ കുടിസുമുറിയിലേക്ക് എത്തിച്ചതിൽ ശ്രീ യൂസഫ് അലി വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ് ടു മിസ്റ്റർ യൂസഫ് അലി ഫോർ ഗിവിംഗ് കണ്ടിന്യൂസ് സപ്പോർട്ട് ഫോർ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. കേരളത്തിൻ്റെ ഇൻ്റർനെറ്റ് പെനട്രേഷൻ 99% ആണ്, ഹയസ്റ്റ് ഇൻ ദ കൺട്രി. 100 പേരെടുത്താൽ 99 പേർക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. Mobile penetration is 125%. Smartphone penetration is 65%. The first fully e-governed state of the country. First fully digitally literate state of the country. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഹൈ സ്പീഡ് മൊബൈൽ കണക്ടിവിറ്റി, ഓപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി, ഈ പൊട്ടൻഷ്യൽ എല്ലാം ഉപയോഗിക്കാം. പിന്നെ ശുദ്ധവായു. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ബാംഗ്ലൂർക്ക് പോയെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി, വേറെ പ്രശ്നമല്ല, നീങ്ങാനുള്ള പ്രശ്നം മനസ്സിലാക്കി വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ വരാൻ തീരുമാനിച്ചതിലുള്ള നന്ദിയും ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ട്രാഫിക് പ്രശ്നമില്ല, ശുദ്ധവായു, ശുദ്ധജലം, ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഇപ്പോൾ നല്ല എല്ലാ പ്രോസസ്സും സിംപ്ലിഫൈ ചെയ്തു. നൗ വി ആർ ദ നമ്പർ 1 ഇൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. And ലാസ്റ്റ് ഡാറ്റ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്, കേരള could shown a 100% increase growth rate in FDI. We are in the 9th position in FDI, bypassing Andhra Pradesh and Punjab. അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇതുകൂടിയുള്ള ഇത്തരം സ്ഥാപനങ്ങൾ കൂടി വരുന്നതോടെ ഇനിയും നല്ല രീതിയിൽ FDI കൂടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. GCC കോൺക്ലേവ് ഞങ്ങൾ ഇപ്പോൾ AI കോൺക്ലേവിന് ശേഷം GCC കോൺക്ലേവ് കൊച്ചിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും നല്ല മുന്നേറ്റമുണ്ടാക്കും. ആ ഒരു ഡ്രാഫ്റ്റ് ഓൺ GCC ഫ്രെയിംവർക്ക് ഈസ് ഓൾമോസ്റ്റ് റെഡി. GCC പോളിസി വരുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം 10 ഏക്കറിൽ കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ
ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയും. എ റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. അത് ഏറെ സന്തോഷം നൽകുന്നതാണ്. അതിനെ സഹായിക്കുന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി കേരളത്തിൻ്റെ ഈ മേഖലയിലെ കുതിച്ചുചാട്ടത്തിൻ്റെ പ്രധാന കേന്ദ്രമായി ഈ മനോഹരമായ ടിൻ ടവർ മാറട്ടെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന, ഇന്ത്യയിലെ ഹൈ ക്ലാസ്, വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയുള്ള ഈ IT ടവറിന്, ലുലു ഗ്രൂപ്പിന്, കേരളത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചും വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.